ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഐക്യയിൽ പോയ സമയത്ത് ഇതുപോലൊരു ഗ്ലാസ് വേസും പിന്നെ ഒരു ലക്കി ബാമുവിൻ്റെ ഒരു സ്റ്റിക്കൊക്കെ വാങ്ങിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിനെ ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലൊരു നീളത്തിലുള്ള സ്റ്റിക്കാണ്. ഇതിൻ്റെ അറ്റത്ത് മാത്രം ഒരു ലീഫ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതിനെ രണ്ടാക്കി മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കി ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ച്. ഇത് നല്ല ഹാർഡായതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് ഇത് മുറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ കത്തിയെടുത്ത് അത് നന്നായിട്ട് കഴുകൊക്കെ ചെയ്തിട്ട് വീണ്ടും അതിനെക്കൊണ്ട് മുറിച്ചേ. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ആ കത്തി ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഇതിനെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തെ ഈ ഭാഗമില്ലേ, ഇതിൻ്റെ മുകളിൽ എല്ലാവരും മെഴുക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കാണുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ മെഴുക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെഴുക് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ ഈ വെട്ടിയ ഭാഗം വരണ്ടു പോകാതിരിക്കാനും പിന്നെ നമ്മുടെ പ്ലാന്റിന് ആവശ്യമുള്ള ജലമൊക്കെ സൂക്ഷിക്കാനും ഇതിനെ കീടത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയാണ് ഈ മെഴുക് അപ്ലൈ ആക്കുന്നതെന്നാണ് കണ്ടത്. അപ്പോൾ ഇതിൽ മെഴുകൊക്കെ അപ്ലൈ ആക്കി ഞാനിതാ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണേ. പിന്നെന്താ, ഇതിന് പുതിയ വേര് വരുമോ പുതിയ ഇല വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഏതായാലും കുറച്ച് ആഴ്ചകൾ എടുക്കുമായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.